മുസ്ലിം പ്രീണനവുമായി തെലങ്കാന സർക്കാർ റംദാൻ മാസത്തിൽ മുസ്ലിം ജീവനക്കാർക്ക് പ്രവൃത്തി സമയം കുറച്ചു നൽകി. വൈകിട്ട് 4 വരെ മുസ്ലിം ജീവനക്കാർക്ക് തൊഴിൽ എടുത്താൽ മതി എന്നതാണ് പുതിയ ഉത്തരവ്. സർക്കുലർ വകുപ്പിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അധ്യാപകരും കരാർ ജീവനക്കാർ തുടങ്ങിയവരെല്ലാം ഇതിൽ വരുന്നുണ്ട്. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഈ തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരിന് തൊട്ട് മുൻപ് അവിടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇരുന്ന സമയത്താണ് ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിങ്ങൾക്ക് തൊഴിലിൽ സംവരണം നൽകിയത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തൊഴിലോ മറ്റോ നൽകരുത് എന്നതിന് ഭരണഘടന എതിരാണ്. പക്ഷേ മുൻപ് തെലങ്കാനയിലിരുന്ന സർക്കാർ ചെയ്തത് അതായിരുന്നു. ഇപ്പോൾ അവിടെ ഭരണമാറ്റം വന്ന് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അവിടെ വരുമ്പോഴും മറ്റൊരു രീതിയിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ്. ഗൗതം, രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത്. അതായത് ഈ റംദാൻ മാസത്തിൽ മുസ്ലിം ജീവനക്കാർക്ക് കൂടുതൽ സഹായകരമാകുന്നു എന്നല്ലെങ്കിൽ സഹായകരമാകുന്ന ഉത്തരവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം പ്രീണനം എന്ന് വേണം വ്യക്തമാക്കാൻ. BJP ഇതിനോടകം തന്നെ അത് ആരോപിച്ചു കഴിഞ്ഞു. അതായത് തൊഴിൽ സമയം 5 മണി എന്നുള്ളത് 4 മണിക്ക് ഈ ജീവനക്കാർക്ക് പുറത്തു പോകാം, അല്ലെങ്കിൽ ജോലി സമയം അവസാനിപ്പിച്ച് മടങ്ങുവാനുള്ള ഉത്തരവാണ് പൊതുഭരണ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം നേരത്തെ മുസ്ലിം വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക്, അത് നൊയമ്പുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും, അവർക്ക് 1 മണിക്കൂർ മുൻപ് ഓഫീസ് സമയം വിട്ട് ഇറങ്ങാമെന്നുള്ളതാണ്. അത് കരാർ ജീവനക്കാർക്കും മറ്റ് ബോർഡ് കോർപ്പറേഷൻ ജീവനക്കാർക്കും എല്ലാം ഇത് ബാധകമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് തെലങ്കാന സർക്കാരിന്റെ ഈ ഉത്തരവ്. ഗൗതം, ഓക്കെ നന്ദൻ, എന്തായാലും തെലങ്കാനയിൽ ഭരണം മാറിയതുകൊണ്ടൊന്നും ഈ മുസ്ലിം പ്രീണനം അവസാനിക്കുന്നില്ല. മുൻപ് ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി, അവരുടെ സർക്കാർ മുസ്ലിങ്ങൾക്ക് മത അടിസ്ഥാനത്തിൽ അവിടെ സംവരണം പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിരുന്നു. കോടതി ഉൾപ്പെടെ അതിൽ ഇടപെട്ടതാണ്. ഇപ്പോഴിതാ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വീണ്ടും അവിടെ അധികാരത്തിലെത്തുമ്പോൾ അവിടെ റംസാൻ നൊയമ്പ് കാലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായി ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ആളുകൾക്കിടയിൽ അനാവശ്യമായ സ്പർദ്ധയും പ്രശ്നവും വളർത്തുന്നതാണ് ഇത്തരം നീക്കങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർന്നത്.